കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. 2024 കേരള സ്കൂൾ ശാസ്ത്രമേളയുടെ സോഷ്യൽ സയൻസ് ക്വിസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്വദേശ് മെഗാ ക്വിസിൻ്റെ വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ട് തന്നെ നമ്മൾ അതും ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് സോഷ്യൽ സയൻസ് ക്വിസ് നോക്കാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ്? വയനാട്. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ഗാന്ധിജിയുടെ. പൂർവഘട്ടത്തിന് സമാന്തരമായി കിടക്കുന്ന സമുദ്രമേത്? ബംഗാൾ ഉൾക്കടൽ. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? തിരുവനന്തപുരം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? അയ്യങ്കാളി. ഇന്ത്യയിലെ സൈക്കിൾ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം? ലുധിയാന. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ? MV റാണി പത്മിനി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത്? പാമ്പാടും ചോല. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം? രാമകൃഷ്ണ മിഷൻ. പായ് വഞ്ചിയിലൊറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? അഭിലാഷ് ടോമി. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം? 1920. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹം. വാസ്കോ ഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയത് ഏത് കപ്പലിലാണ്? സെന്റ് ഗബ്രിയേൽ. കണ്ടൽ ചെടികൾ നട്ടുവളർത്തിയ പരിസ്ഥിതി സംരക്ഷകൻ ആരായിരുന്നു? കല്ലേൻ പൊക്കുടൻ. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ വെച്ച് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന പ്രാചീന നദീതീര ഉത്സവം ഏതായിരുന്നു? മാമാങ്കം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൗലിക കർത്തവ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 51A. ഇന്ത്യയുടെ ഫ്രൂട്ട് ബൗൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഗ്ര. ഏറ്റവും ചെറിയ തീരപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഗോവ. ഇന്ത്യയിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജയ്പൂർ. ഏത് പ്രധാന അക്ഷാംശമാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയിൽ കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഷില്ലോങ്. കൂനൻ കുരിശ് കലാപം നടന്ന വർഷം? 1653. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം? 1721. കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര്? ആനി മസ്ക്രീൻ. 1921 ചേരമർ മഹാജനസഭ സ്ഥാപിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. മയ്യഴിയെ ഫ്രഞ്ച് അധീനതയിൽ നിന്നും മോചിപ്പിച്ച സംഘടന ഏത്?
മഹാജനസഭ. നാനാജാതി മതസ്ഥർക്കൊരുമിച്ച് താമസിക്കുന്നതിനായി 1935 പാലക്കാട് ജില്ലയിലെ കൊടുമുണ്ടയിൽ കോളനി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. ഫ്രാങ്കോ രാഘവനുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? കടയ്ക്കൽ സമരം. കേരള ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ചരിത്രരേഖ ഏത്? വാഴപ്പള്ളി ശാസനം. ഡച്ച് ശക്തിയുടെ കുതിപ്പിന് തടയിട്ട യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധം. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? മട്ടാഞ്ചേരി, കൊച്ചി. INS കുഞ്ഞാലി എന്ന നാവിക പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിൽ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പിയായ ദിവാൻ ആരായിരുന്നു? ഉമ്മിണി തമ്പി. അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ ആലപ്പുഴ ജില്ലയിൽ നടന്ന ഐതിഹാസിക സമരം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? പുന്നപ്ര വയലാർ സമരം. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. പല്ലനയാറ്റിൽ റെഡിമർ ബോട്ടപകടത്തിൽ കൊല്ലപ്പെട്ട മലയാള കവി ആര്? കുമാരനാശാൻ. ആഭ്യന്തര അടിയന്തരാവസ്ഥക്കാലത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? സി. അച്യുതമേനോൻ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം? കേരളം. കുളച്ചൽ യുദ്ധം നടന്ന കുളച്ചൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിൽ. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏതാണ്? പെരിയാർ. ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സംസ്ഥാനം? ഗുജറാത്ത്. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്? തഞ്ചാവൂർ. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കിഡ്സ് മലയാളം ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.